കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ നമ്പർ 9 സ്ട്രൈക്കറായിട്ടുള്ള അങ്ങ് സ്പെയിനിൽ നിന്നും വിക്ടർ ബെർട്ടോമിയോ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മാച്ച് ഡീകോഡിങ്ങിലേക്ക് തന്നെ വരാം. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് പോയിന്റിൽ 3 എതിരാളികളാണ്, ഒപ്പോണൻറ്റ് പ്ലെയേഴ്സാണ് ഇദ്ദേഹത്തെ തടയിടുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ വിക്ടർ ബെർട്ടോമിയോൻ്റെ ആ ഒരു മൈൻഡ് റീഡിംഗ് ആണ്. 3 പേരും ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണുള്ളത്. ആ ഒരു വിഷ്വലിൽ കണ്ട പോലെ തന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് ഇദ്ദേഹം ആ 3 താരങ്ങളെയും വെട്ടിയൊഴിഞ്ഞ് പന്ത് വലയിലേക്ക് എത്തിക്കുകയാണ്. നെക്സ്റ്റ് ഈ ഒരു വിഷ്വലിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കറിയാം ഒപ്പോണൻറ്റ് സൈഡിൽ തന്നെ 2 താരങ്ങളാണ് ഡിഫൻഡർമാർ ഇദ്ദേഹത്തിൻ്റെ നേരെ വരുന്നത്. ആ ഒരു സമയം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പേസ്, മുമ്പിലേക്കുള്ള സ്പേസ് നോക്കുക, ഒരു തരി പോലും വെക്കാനില്ല. പക്ഷേ ഇദ്ദേഹം ബോൾ ചിപ്പ് ചെയ്ത് തലയ്ക്ക് മേളിൽ കൂടിയാണ് ആ ഒരു പന്ത് തുളച്ച് വലയിലകത്തേക്ക് കയറ്റുന്നത്. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു നമ്പർ 9 ക്ലിനിക്കൽ സ്ട്രൈക്കറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ചേർന്നിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. എസ്പെഷ്യലി ഒരു സ്പാനിഷ് പ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതിലേക്കൊക്കെ വരാം. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേസും ആക്സിലറേഷനും നോക്കാം. മധ്യനിരയിൽ നിന്നും ഒരു പന്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു ത്രൂ ബോളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ഓടി എടുത്തേ മതിയാവും, അതിനുള്ള സ്പേസാണ് മുന്നിലേക്ക് കാണുന്നത്. പന്ത് അവിടെ കൃത്യമായിട്ട് എത്തുമെന്നുള്ളൊരു റീഡിങ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവിടെ ചാർജ് ചെയ്ത് ഓടിയെടുത്ത് അവിടെ സക്സസ്ഫുള്ളാക്കി ആ ഒരു ബോൾ കയ്യിലെടുത്തുകൊണ്ട് ഇദ്ദേഹം അനായാസം ഗോളാക്കി മാറ്റുകയാണ്. എന്തായാലും നല്ല സ്പീഡും ആക്സിലറേഷനൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്കറിയാം ബോക്സിൻ്റെ തൊട്ട് വെളിയിൽ ആ ഒരു സ്പേസിൽ നിന്നാണ് എത്ര ഡിഫൻഡർമാരുണ്ടോ അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു ഷോട്ട് എടുത്ത് അനായാസം ആ ഒരു ഗോൾ നേടുന്നത്. നേരെ ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം നമ്പർ 9 സ്ട്രൈക്കറായിട്ട് ബെർട്ടോമിയോ മാത്രമേ ആ ഒരു ഡി ബോക്സിൻ്റെ ആ തൊട്ടു മുന്നിലേക്ക് എത്തും മുമ്പ് വരെ ആ ഒരു സമയത്തും 3 താരങ്ങളാണ് അവിടെ ബ്ലോക്കിന് നിൽക്കുന്നത്. 3 താരങ്ങളും ഒരേ സമയം വരുമ്പോൾ ടെക്നിക്കലി അല്ലാണ്ട് ഒരിക്കലും അത് വിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹി ക്യാൻ. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്പീഡും സ്റ്റെബിലിറ്റിയൊക്കെ ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ വേണ്ട സമയത്തൊക്കെ ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ്, ഒരുപാടധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരു പ്ലെയർ ആണ് ഇദ്ദേഹം. എന്നതിലുപരി ഞാൻ ഇദ്ദേഹത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു ക്വാളിറ്റിയാണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. അതായത് സ്വന്തം സഹതാരങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പല സെഗ്മെൻറ്റിൽ ഇദ്ദേഹം പിറകോട്ടിറങ്ങി വന്ന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ മുന്നോട്ട്, അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു സ്വാപ്പ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം 1 ടച്ച് വോൾ പാസ് കളിച്ച് ആക്രമണത്തിന് മുനയൊടിക്കുന്ന ഒരുപാട് വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 ടച്ച് പാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ വിഷ്വലും ശ്രദ്ധിക്കുക. ഇവിടെ സൗത്ത് ബൗണ്ടറിയുടെ തൊട്ടടുത്താണ്. ആ ഒരു സമയത്ത് ബാക്ക് ഹീൽ കൊണ്ട് ആ ഒരു 1 ടച്ച് പാസ് നടത്തുന്ന പിക്ചറിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു സീസണിൽ ടിയാഗോ ആൽവസിൽ നിന്ന് കണ്ടൊരു സംഭവമാണ്. നമുക്ക് ലൂണയെ ടിയാഗോ ആൽവസിലേക്ക് ഇതേ സമയം ഓർമ്മ വരും. അതെ, ടാലൻറ്റഡ് ആണ്, ഭയങ്കര സ്കിൽഫുൾ പ്ലെയർ ആണ്. ഉദാഹരണത്തിന് മറ്റൊരു വിഷ്വൽ കൂടി കാണാം. ഇവിടെ നമുക്ക് അവിടെ വിങ്ങിലൂടെയുള്ളൊരു അറ്റാക്കാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിങ്ങിലൂടെയുള്ള ഒരു അറ്റാക്കിന് തടയിടാൻ വേണ്ടി ഒരു ഒപ്പോണൻറ്റ് പ്ലെയർ വരുന്നുണ്ട്. അവിടെ ആ ഒരു പ്ലെയറിനെ നട്ട്മഗ് ചെയ്തുകൊണ്ട്, അതായത് കാലുകൾക്കുള്ളിലൂടെ തന്നെ ബോൾ ഇട്ട് കളിച്ചാണ് അകത്തേക്ക് ആക്രമണം ഉളവിടുന്നത്. അപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ അതൊരു വശത്ത്, അതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. മുന്നേറ്റ നിരയിൽ വിങ്ങിലും അതേപോലെ തന്നെ സെൻട്രൽ ഫോർവേഡിലും ഒരേപോലെ കേന്ദ്രീകരിച്ച് കളിക്കാൻ പറ്റിയ അത്രയും ഒരു വേഴ്സറ്റാലിറ്റി ഉള്ളൊരു പ്ലെയർ കൂടിയാണ് ഇദ്ദേഹം. അതായത് നമ്മുടെ കഴിഞ്ഞ ജിമിനസിനെ പോലെ ഒരു മിഡ്ഫീൽഡറിനെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് കളിക്കാൻ ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് ഇദ്ദേഹത്തിനും. അതായത് ചില സമയത്തൊക്കെ ഇദ്ദേഹം പന്തെടുത്ത് പിറകോട്ടിറങ്ങി വന്ന് ക്യാരി ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം സ്റ്റൈലാണ് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഹീസസ് ഹിമെനസും അങ്ങനെ തന്നെയായിരുന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനും വിങ്ങിലും കൂടി ഒരു പ്രത്യേകതരം ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റിയൊരു താരം തന്നെയായിരുന്നു ഈസോസ് ഹിമെനസും. അതേപോലെ തന്നെ ആ ഒരു ഗെയിം സ്റ്റൈൽ തന്നെയാണ് നമുക്ക് ഇവിടെ വിക്ടറിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്നാൽ കൂടി പല സമയത്തും ഇൻ ദി ഫീൽഡ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് പ്രോസസ്സ് ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് പല മത്സരങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് നമ്മൾ പൊക്കി അടിച്ചുകൊണ്ടും കാര്യമില്ല. കാരണം അതിന് പറ്റിയൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റൊന്നും അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് റെക്കോർഡൊന്നും നമുക്ക് എവിടെ നോക്കിയാൽ കിട്ടില്ല. കാരണം ഇപ്പോൾ ഹീസസ് ഹിമെനസിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ വലിയ സ്റ്റാറ്റോ അല്ലെങ്കിൽ വലിയ പറയത്തക്കവണ്ണം ഒന്നും ഉണ്ടായിട്ടല്ല ISL വന്നിട്ടുള്ളത്. പക്ഷേ ISL വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം. അത് പറഞ്ഞപ്പോൾ
പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ AFC ഒക്കെ കളിച്ച് ആ ഒരു പ്രതിഭാസം അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ് ഈ പറഞ്ഞ വിക്ടർ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അഗ്രസീവ് മൈൻഡാണ്, ഗോൾ അടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് മൊത്തത്തിൽ ഇദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ പക്കമുള്ളത്. ഒരുപക്ഷെ ജീസസ് ഹിമെനസിനേക്കാളും ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലല്ല, അടുത്തൊരു വീഡിയോയിൽ ജീസസ് ഹിമെനസിൻ്റെയും ഈ ഒരു പ്ലെയറിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതിനെക്കുറിച്ച് കൂടി ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 80-90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവീത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതൊക്കെ വിടാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിഭ്രാന്തി, അഗ്രസീവ്നെസ്, ഗോൾ അടിക്കുക, ഗോൾ വാരിക്കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിന് കിടക്കുന്നത്. അതായത് ആ ഒരു ഡി ബോക്സിൻ്റെ വെളിയിൽ നിന്നും നടത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ടെക്നിക്കൽ മൂവ്സ്, അത് തന്നെയാണ് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് വരുന്ന ആ ഒരു ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെ ഇദ്ദേഹം എന്ത് ചിന്തിക്കോ എപ്പോൾ ചിന്തിക്കോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ട്വൈസ് ഏതൊരു ഏരിയയിലേക്കും ഭയങ്കര വൈഡറായിട്ട് വിട്ടെടുത്ത് കളിക്കുന്നൊരു പ്ലെയറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ടച്ച് പാസ് നടത്തി ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ളൊരു മികച്ചൊരു മൂവ്മെൻറ്റ് കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്സലറേറ്റീവ് സ്പേസ്, അതായത് ഒരു വൺ ടച്ച് പാസ് നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹം പോകേണ്ട പൊസിഷൻ ഏതാണോ അവിടെ ചെന്ന് മാർക്ക് ചെയ്ത് ഇയാൾ നിൽക്കും. ആ ഒരു സമയത്തൊരു ത്രൂ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ അഗ്രസീവായിട്ട് തന്നെ നല്ല പേസ് എടുത്തുകൊണ്ട് ആക്സലറേറ്റ് ചെയ്ത് ഗോൾ അടിക്കുന്ന ഒരു വിക്ടറിനെയാണ് നമുക്ക് പല മാച്ചസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് നല്ല സെറ്റ് പീസുകൾ, അതായത് നല്ല കോർണറുകളൊക്കെ കൺവേർട്ട് ചെയ്ത് ഹെഡ് ചെയ്ത് വലയിലേക്ക് എത്തിക്കുന്ന വിക്ടറിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഓവറോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫീൽഡിൽ നല്ലൊരു ഔട്ട്പുട്ട് തരുന്നൊരു പ്ലെയർ തന്നെയാണെന്ന് നിഷ്പ്രയാസം നമുക്ക് പറയാം. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു സ്പാനിഷ് താരത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സൈനിങ്ങിൽ അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സൈനിങ്ങിലും നിങ്ങൾക്ക് തോന്നിയ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡീകോഡിങ്ങും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അപ്പോൾ എന്തായാലും നീ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ നമുക്കിനി കമ്പാരിസണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. നിങ്ങളുടെ സജഷൻ തീർച്ചയായിട്ടും അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം. മറ്റൊരു ദിവസം വരുമ്പോഴത്തേക്കും ബൈ.